സ്നേഹം തേടി നിൻ മുന്നിൽ കൈകൂപ്പി നിന്നിടുന്നിതാ അമ്മേ നിൻ പള്ളിയിൽ എൻ ദൈവമാതേ. സഭ അംഗീകരിക്കുകയും അതിലുപരിയായി അവരുടെ മധ്യസ്ഥയിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന മോശമോന്റെയും മോർഗീവരേസർദായുടെയും മോർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ ബാവായുടെയും സംയുക്തമായ പെരുന്നാൾ അനുഷ്ഠിക്കുകയാണല്ലോ. ഭാഗ്യവാനായ പൗലോസ് അപ്പോസ്തലൻ പ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളെ ദൈവവചനം പഠിപ്പിച്ച് നിങ്ങളെ വഴി നടത്തിയവരെ നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ. അവരുടെ ജീവിത അവസാനം ഓർത്ത് അവരുടെ വിശ്വാസത്തെ നിങ്ങൾ അനുകരിപ്പിൻ. രണ്ട് കാര്യങ്ങൾ പൗലോസ്ലീഹ നമ്മെ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളെ ദൈവവചനം പഠിപ്പിച്ച് നിങ്ങളെ വഴി നടത്തിയവരെ നിങ്ങൾ ഓർത്തുകൊള്ളണം. അതാണ് ഒന്നാമത്തെ കാര്യം. കർത്താവായ യേശു മിശിഹ പരിശുദ്ധ സഭയ്ക്ക് അടിസ്ഥാനമിട്ട പരിശുദ്ധ സഭയെ സ്ഥാപിച്ചു. ദൈവം പഴയ നിയമത്തിൽ ഭാഗമായിട്ടും പൂർണ്ണതയിൽ തന്റെ പുത്രൻ മുഖാന്തരമായിട്ട് ലോകത്തിന് വെളിപ്പെടുത്തുകയും അപ്പോസ്തലന്മാരിലൂടെ ഇന്നും പരിശുദ്ധ സഭയിൽ തുടർന്നു വന്നുകൊണ്ടിരിക്കുന്നതായ ദൈവിക രഹസ്യങ്ങളുടെ മർമ്മങ്ങളുടെ വെളിപ്പെടുത്തലുകളെ കാലാകാലങ്ങളിൽ നമ്മെ പഠിപ്പിച്ച് നമ്മെ വഴി നടത്തിയിട്ടുള്ള പൂർവ പിതാക്കന്മാരെ നാം സ്മരിക്കണമെന്ന് ഓർക്കണമെന്ന് ഭാഗ്യവാനായ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയും, രണ്ടാമതായിട്ട് പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായ കാര്യം, അവരുടെ ജീവിതാവസാനം ഓർത്ത് അവരുടെ വിശ്വാസത്തെ നിങ്ങൾ അനുകരിക്കണം. നമ്മൾ വിശുദ്ധന്മാരെ ഓർക്കുക മാത്രം പോരാ, അവരെ സ്മരിക്കുക മാത്രം പോരാ, അവരുടെ ജീവിതാവസാനം വരെയുമുള്ളതായ അവരുടെ പ്രവൃത്തികളെ ഓർത്ത് അവർ നമ്മുടെ മുമ്പിൽ കാണിച്ചതായ വിശ്വാസത്തിന്റെ ആ വലിയ പോരാട്ടത്തിന്റെ വേദികളിൽ അവർ നൽകിയതായ വലിയ സാക്ഷ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ജീവിതത്തെ നാം അനുകരിക്കണമെന്ന് ഭാഗ്യവാനായ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ സഭ എന്തുകൊണ്ട് ഓരോ പെരുന്നാളുകൾ അനുഷ്ഠിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഈ തിരുവചനമാണ് അതിന്റെ അടിസ്ഥാനം. നമ്മെ സത്യവിശ്വാസം പഠിപ്പിച്ച് നമുക്ക് വേണ്ടി അവരുടെ ജീവിതം കൊണ്ട് മാതൃകയായി വെച്ചുകൊണ്ട് കടന്നുപോയ പിതാക്കന്മാരെ ഓർക്കുകയും അവരുടെ വിശ്വാസത്തെ അനുകരിപ്പാൻ തക്കവണ്ണം ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും തക്കവണ്ണം പരിശുദ്ധ സഭാ പെരുന്നാളിനെ ക്രമീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ സുറിയാനി സഭയുടെ അമപ്രാർത്ഥനയെ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. വിശുദ്ധന്മാരാൽ തന്റെ വിശുദ്ധതകൾ കൊണ്ടാടപ്പെടുന്ന പരിശുദ്ധനായ ദൈവമേ, നമ്മൾ പെരുന്നാളുകൾ അനുഷ്ഠിക്കുമ്പോൾ യഥാർത്ഥമായിട്ട് നാം ആരുടെ വിശുദ്ധിയാണ് കൊണ്ടാടുന്നത്? ആരെയാണ്? ചില വിമർശനങ്ങളൊക്കെയും പരിശുദ്ധ സഭയ്ക്ക് എതിരെയുണ്ട്. വിശുദ്ധന്മാരെയാണ് അവർ ആരാധിക്കുന്നത്, വിശുദ്ധന്മാരെയാണ് അവർ സ്തുതിക്കുന്നത്, അവർ മഹത്വപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ പിതാക്കന്മാർ എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? വിശുദ്ധന്മാരാൽ തന്റെ വിശുദ്ധതകൾ കൊണ്ടാടപ്പെടുന്ന പരിശുദ്ധനായ ദൈവമേ, ഓരോ വിശുദ്ധനെയും നാം സ്മരിക്കുകയും ആ വിശുദ്ധന്റെ ജീവിതത്തെ നാം ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ, പ്രിയമുള്ളവരെ, വിശുദ്ധന്റെ പെരുന്നാളുകളെ നാം കൊണ്ടാടുമ്പോൾ ദൈവത്തിന്റെ വിശുദ്ധിയാണ് നാം അവിടെ ഉദ്ഘോഷിക്കുന്നത്. എന്തെന്നാൽ ഈ വിശുദ്ധ പിതാക്കന്മാർ അവർ ധരിച്ചിരിക്കുന്നതായ കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ, ആ തിരുശരീര രക്തങ്ങളാണ് അവരെ സർവത്തിനും യോഗ്യരാക്കി തീർത്തിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഇന്ന് ഇവിടെ പരിശുദ്ധ അബ്ദുൽ ജലീൽ മോർ ഗ്രിഗോറിയോസ് ബാവായുടെ പെരുന്നാളിനെ അനുഷ്ഠിക്കുന്നു എന്ന് ഇത്രയും ബഹുമാനപ്പെട്ട വികാരി അച്ഛനും ലൈജു അച്ഛനും എന്നെ വിളിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോൾ എനിക്ക് ഇവിടെ വരണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. കാരണം ഞാൻ പരിശുദ്ധനായ അബ്ദുൽ ജലീൽ മോർ ഗ്രിഗോറിയോസ് ബാവായുടെ കബറിങ്കൽ 2 വർഷം രാവും പകലും ശുശ്രൂഷിച്ചു.
നടക്കുന്നതായ മഹാ അത്ഭുതങ്ങളെ കുറിച്ച് കണ്ടും കേട്ടും അറിയുവാൻ അവസരം ലഭിച്ചു. അനുഗ്രഹങ്ങളെ പ്രാപിച്ച ഞാൻ ആ വിശുദ്ധന്റെ ആ മഹത്വങ്ങളെ പ്രകീർത്തിക്കാതിരിക്കുവാൻ തക്കവണ്ണം സാധിക്കാത്ത ഒരു വലിയ ആത്മാവിവശതയായി. പക്ഷേ ദൈവം അതിന് അവസരമൊരുക്കി ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട ഷെബി അച്ഛനോട് കുർബാന ചെല്ലുവാനും അച്ഛന്റെ കൂടെ ഇങ്ങോട്ട് വരുവാനും ഇന്ന് സംബന്ധിക്കുവാനും എനിക്കിടയായിട്ടുണ്ട്. മഹാപരിശുദ്ധനായ അബ്ദുൽ ജലീൽ മോർ ഗ്രിഗോറിയോസ് ബാവയെ കുറിച്ച് പറയുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്കറിയാം ഇന്ന് അന്ത്യോക്യ ആരാധന പാരമ്പര്യത്തിലുള്ള സുറിയാനി പാരമ്പര്യത്തിലുള്ളതായ സഭകള് മലങ്കരയിൽ 5 എണ്ണമുണ്ട്. യാക്കോബായ സുറിയാനി സഭയും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയും മർത്തോമാ സഭയും മലങ്കര കത്തോലിക്ക സഭയും തൊഴിൽ സ്വതന്ത്ര സുറിയാനി സഭയും. അന്ത്യോക്യ ആരാധന പാരമ്പര്യം തുടരുന്ന ഈ 5 സഭകളുടെയും ഇന്ന് ആ 5 സഭകളും ലോകത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ അത് മഹാപരിശുദ്ധനായ അബ്ദുൽ ജലീൽ മോർ ഗ്രിഗോറിയോസ് ബാവയോട് കടപ്പെട്ടിരിക്കുന്നു. 16-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ പരിശുദ്ധ സുറിയാനി സഭയുടെ സത്യവിശ്വാസങ്ങൾ വെല്ലുവിളിക്കപ്പെടുകയും പരിശുദ്ധ സുറിയാനി സഭയുടെ ആരാധനാക്രമങ്ങളൊക്കെയും അഗ്നിക്ക് ഇരയാക്കുകയും അന്ന് നിലനിന്നതായ മലങ്കര സഭയിൽ നിലനിന്നതായ പാരമ്പര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് പുളിപ്പുള്ള അപ്പം വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുക എന്നുള്ളത്. അന്ത്യോക്യ പാരമ്പര്യം സുന്നതദോസിന്റെ തീരുമാനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. പുളിപ്പുള്ള അപ്പം ഉപയോഗിച്ചു വരുന്നു, അത് ഒഴിവാക്കണം. അതുപോലെ തന്നെ വിവാഹിതരായ പുരോഹിതന്മാർ അവരുടെ ജീവിത പങ്കാളിയെ ഉപേക്ഷിച്ച് നിർബന്ധപൂർവം ഏകാന്ത ജീവിതം നയിക്കുവാൻ അവരെ പ്രേരിപ്പിക്കൂ. ഇങ്ങനെ സഭയെ വിവിധങ്ങളായ രീതിയിൽ പീഡിപ്പിച്ച് അന്ത്യോക്യ ആരാധന പാരമ്പര്യങ്ങളെല്ലാം തച്ചുടച്ച് സത്യവിശ്വാസം വെല്ലുവിളിക്കപ്പെട്ടപ്പോഴാണ് മഹാപരിശുദ്ധനായ അഹത്തുള്ള ബാവ മലങ്കരയിലേക്ക് എഴുന്നള്ളി വരുന്നത്. ആ വിശുദ്ധനെ കൊച്ചി കായലിൽ കടലിൽ കെട്ടിത്താഴ്ത്തുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഒന്നിച്ചുകൂടി അവിടെ മട്ടാഞ്ചേരിയിലെ വലിയ കുരിശിൽ ഒരു ആലാത്ത് കെട്ടി അതിന്മേൽ പിടിച്ചു പറഞ്ഞു, ഞങ്ങളും ഞങ്ങളുടെ സന്തതി പരമ്പരകളും ഉള്ളോടത്തോളം കാലം അന്ത്യോക്യ സിംഹാസനത്തെ ഞങ്ങൾ മറക്കുകയും കൃപകളുടെ ഉറവിടമായ അന്ത്യോക്യ സിംഹാസനത്തെ മറക്കുകയില്ല എന്നുള്ളതായ ആ പുണ്യപിതാക്കന്മാരുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് അവർ ഒന്നിച്ച് ആ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, പ്രിയമുള്ളവരെ എല്ലാം നഷ്ടപ്പെട്ടവരായി നിൽക്കുമ്പോൾ, അന്ത്യോക്യ പാരമ്പര്യം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി വേഷപ്രസന്നനായി പരിശുദ്ധനായ അബ്ദുൽ ജലീൽ മോർ ഗ്രിഗോറിയോസ് ബാവ മലങ്കരയിലേക്ക് എഴുന്നള്ളി. ഈ വർഷം 350 വർഷം ആ പുണ്യപിതാവ് മലങ്കരയിലേക്ക് എഴുന്നള്ളിയിട്ട് 350 വർഷം തികയും. കഴിഞ്ഞ വർഷം പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ അധിപതി മലങ്കരയിലേക്ക് എഴുന്നള്ളിയപ്പോൾ ഈ 350-ാം വാർഷികത്തിന്റെ ഉദ്ഘാടനം അവിടെ ദീപം തെളിയിച്ച് ആരംഭിച്ചു. ആ മഹാപരിശുദ്ധൻ മലങ്കരയിൽ വന്ന് മലങ്കരയിൽ ഉടനീളം ചുറ്റി സഞ്ചരിച്ച് വേഷപ്രച്ഛന്നനായി പൊന്നാനിയിലെത്തിയതായ ആ വിശുദ്ധൻ അവിടെ ഒരു മുസ്ലിം പഠന കേന്ദ്രത്തിൽ മദ്രസയിൽ അറബി ഭാഷ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ കച്ചവടത്തിനായി എത്തിച്ചേർന്നതായ കുരിശണിഞ്ഞതായ സുറിയാനി ക്രിസ്ത്യാനികളെ തിരിച്ചറിഞ്ഞ് ആ വിശുദ്ധൻ അവർ മുഖാന്തരമായിട്ട് നമ്മുടെ ഓരോ ദേവാലയങ്ങളും സന്ദർശിക്കുകയും കോട്ടയത്തേക്ക് പോയി അവിടെ നിന്ന് വിശ്വാസം ഉറപ്പിച്ച് തിരിച്ച് വന്ന് വടക്കൻ പറവൂർ പള്ളിയിൽ ഏകദേശം 13 വർഷത്തോളം അവിടെ